ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പച്ചടിയാണ് കേട്ടോ. നല്ല നാടൻ പച്ചടി. സാധാരണ വെള്ളരിക്ക കൊണ്ടാണ് നമ്മളെല്ലാവരും പച്ചടി ഉണ്ടാക്കാറ് അല്ലേ. അപ്പോൾ സദ്യ സ്പെഷ്യൽ ഈ പച്ചടി തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് വെറൈറ്റി ഒരു ഐറ്റം കൊണ്ടാണ്. നമ്മുടെ പപ്പായ കൊണ്ടാണ് കേട്ടോ പച്ചടി തയ്യാറാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓമക്കായ എന്നാണ് പറയാറ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പായ എന്നാണ് പറയുന്നത്. ഇതാ വീട്ടിലുണ്ടായ നല്ല നാടൻ പപ്പായയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യണം നൈസായിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ആ ലൈക്ക് ബട്ടണിലൊന്ന് അമർത്തുക കേട്ടോ. എൻ്റെ വ്യൂസിനേക്കാളും തീരെ കുറവാണ് ലൈക്ക്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്കിൽ അമർത്തണേ, ലൈക്ക് ബട്ടണിൽ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ ഓമക്കായുടെ പപ്പായയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ വേവിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പപ്പായ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും ആവശ്യമില്ല, കാരണം പപ്പായയിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഇതായി 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പപ്പായയുടെ ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് അതുപോലെ നാടൻ കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പപ്പായ ആണെന്ന് തന്നെ മനസ്സിലാവില്ല. ശരിക്കും വെള്ളരിക്ക കൊണ്ട് പച്ചടി ഉണ്ടാക്കിയ പോലെ തന്നെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. പപ്പായയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതാ ഒന്ന് ആവി കയറി വേവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റിന് മതിയാവും ഒന്ന് വേവാനായിട്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വേവണം. അപ്പോൾ ആ പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും കൂടി പിടിക്കുമ്പോൾ അതിൻ്റെ പപ്പായയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്സാണ്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാ നമ്മുടെ പപ്പായ ഇതാ വെന്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഒരല്പം ചെറിയ ജീരകം ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ട് ഇഞ്ചി കേട്ടോ, ഒരു ചെറിയൊരു പൊട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരിക. ഇതിന് ശേഷം ഈ അരച്ചതിലേക്കാണ് നമ്മൾ ഒരു ടീസ്പൂൺ നിറയെ കടുക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. ഈ ഒരു പരുവാട്ടാവാൻ പാടുള്ളൂ. അപ്പോൾ പപ്പായ അതേ കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കടുക് ചതയാനേ പാടുള്ളൂ, അരഞ്ഞു പോകരുത്. ലാസ്റ്റ് ഞാൻ ചേർത്ത പോലെ തന്നെ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മളൊന്നൊന്ന് ആ ഒരു തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ അരപ്പിന് ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ശരിക്കും നമുക്ക് പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളരിക്ക ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഇതേപോലെ വീട്ടിൽ ഓമക്കായ പപ്പായ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പച്ചടി തയ്യാറാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തൈരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൈര് ഇതാ നല്ല കട്ട തൈരാണ് കേട്ടോ. ഇതിൽ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിലും ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് നല്ല നാടൻ തൈരായതുകൊണ്ട് അധികം കട്ടകളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ആ അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആ തൈര് ചേർക്കാൻ പാടില്ല കേട്ടോ. കാരണം ആ ചൂടിൻ്റെ അതുകൊണ്ട് ചട്ടിയുടെ ചൂടും കൊണ്ടും അത് തിളച്ച് പോകും. അപ്പോൾ തിളയ്ക്കാൻ പാടില്ല. നമുക്ക് പച്ചയ്ക്ക് തന്നെ ആ തൈര് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ആ ഒരു അരപ്പൊക്കെ നന്നായിട്ട് എല്ലാവരുടെയും പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്തുനിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് തൈര് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് മാറിയിട്ട് ആ ഒരു തിളയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് മാറിയ ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് തൈര് ചേർക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ണമുള്ളതുകൊണ്ട് അത്രയും തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് പുളി പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ ആയതുകൊണ്ട് തന്നെ അധികം പുളി ആയിട്ടില്ല കേട്ടോ. സാധാരണ ഒരു നോർമൽ പുളിയാണ് ഈ തൈരിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എല്ലാവിടെയും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ തൈര് തിളച്ച് പോവില്ല കേട്ടോ. തൈര് തിളച്ച് പോകുമ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതാ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അടിപൊളി താളിപ്പും കൂടി ആയാലോ. അപ്പോൾ ഞാൻ താളിക്കാനായിട്ട് ചുവന്നുള്ളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ എല്ലാവരും ഉണക്കമുളകാണ് ഇത് താളിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെറൈറ്റിക്ക് പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു അല്പം ഇഞ്ചി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ അടിപൊളി നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഇതാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് താളിക്കാൻ വെച്ച എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചമുളക് ചേർക്കുമ്പോൾ ഉണക്കമുളകിന് പകരം പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഉണക്കമുളകിനേക്കാളും ടേസ്റ്റാണ് ഈ പച്ചമുളക് ഒന്ന് താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് 2-3 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് 2-3 പച്ചമുളക് താളിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ താളിച്ചത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ പച്ചടി തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു പച്ചടി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളരിക്ക ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള പപ്പായ കൊണ്ട് അടിപൊളി പച്ചടി തയ്യാറാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പോൾ അതാ ആ ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ഈ പച്ചടിക്ക് നല്ലൊരു സ്മെല്ലുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അയവാക്കണം എന്നുണ്ടെങ്കിൽ അയവാക്കാം കേട്ടോ. കാരണം ഇത് ഇരിക്കും തോറും കട്ടി കൂടും, കാരണം തേങ്ങ അരച്ച് ചെയ്തു തരണമല്ലോ. അപ്പോൾ അയവാക്കണമെങ്കിൽ അയവാക്കട്ടോ. ഞാൻ അയവാക്കിയിട്ടില്ല. ഇതിലും അയവ് വേണവർക്ക് അയവാക്കട്ടെ. അതാ സൂപ്പർ പച്ചടി, സദ്യ സ്പെഷ്യൽ പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കൊന്നും ഇനി വാങ്ങാൻ പോകണ്ട. വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് പച്ചടി ഉണ്ടാക്കിയോളൂ. അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സൂപ്പർ പച്ചടിയാണ്. നമ്മൾ പപ്പായ ഇട്ടും തന്നെ തോന്നില്ല, ശരിക്കും വെള്ളരിക്ക കൊണ്ട് തയ്യാറാക്കിയ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ അടിപൊളി നാടൻ വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.